ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഗ്രേറ്റ തൻബർഗ് ചേച്ചിയുടെ തന്നെ തുടങ്ങാം, അതായിരിക്കും നല്ലത്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് തീവ്രവാദികളാണെന്ന് പുറത്ത് തുറന്നു പറയാതെ പൊതുസമൂഹത്തിൽ വിലസി നടക്കുന്ന കുറേ ഭീകരവാദികളെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്പർ 1 ആണ് ഈ ഗ്രേറ്റ തൻബർഗ് ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ ടീഷർട്ട് നിങ്ങൾ കണ്ടല്ലോ. ഈ ചേച്ചി കുറേ കാലം കൊണ്ട് തന്നെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിൽ ക്ലൈമറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇവരാണ് ഈ ലോകത്തിൻ്റെ മൊത്ത ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തി, മൊത്തത്തിൽ കുത്തകെടുത്തിരിക്കുകയാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ അപ്പം തന്നെ അങ്ങ് ഉരുവി വീഴും, അതാണ് ഇവരുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ എന്തോ വേറെ പണിയൊന്നുമില്ലാന്ന് തോന്നുന്നു, അപ്പോൾ അതുകൊണ്ട് വരുമാനത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സോ അവരിപ്പം ഈ ഇടപെട്ട കാലത്ത് ഫ്രീ പാലസ്തീൻ മൂവ്മെൻറ്റുമായിട്ടാണ് നടക്കുന്നത്. അവർ തന്നെ ഹമാസിൻ്റെ സ്ഥാപക സംഘടനയായിട്ടുള്ള ഇന്തിഫാദയുടെ ടീഷർട്ടാണ് അവർ ധരിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ, യല്ല ഇന്തിഫാദ, അതാണ് അവർ ധരിച്ചിരിക്കുന്ന ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇത് പർപ്പസ്ഫുള്ളി മനഃപൂർവ്വം അവർ ധരിച്ചിരിക്കുന്ന സംഗതിയാണ്. ഇത് ശരിക്കും ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. So we are currently outside Rheinmetall in Berlin, where we are protesting against genocide, protesting against weapon shipments, arming Israel during a genocide. And behind me, comrades are being violently detained and arrested for ending our complicity for protesting against Germany's complicity in genocide. Germany is one of the largest weapon supplier to Israel. It is shameful that those who are protesting against genocide are being repressed while the real war criminals walk free and get away with mass slaughtering people. Free Palestine. The fight will not stop. This is only the beginning. അതായത് ഇവർ ഈ മാനുഷിക പരിഗണന അല്ലെങ്കിൽ മാനവികത, ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ, ഈ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും ന്യൂട്രൽ നിലപാടെടുക്കേണ്ട വ്യക്തിയാണ്. ഇവർ ന്യൂട്രൽ നിലപാടല്ല എടുക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ ഹോൾഡ് ചെയ്യുന്ന നാഷണാലിറ്റി, ആ രാജ്യത്തിനുള്ളിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന റെഫ്യൂജികൾ, അതിൽ പരമാവധി ഫ്രീ പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇവർ ഇങ്ങനെ തിളയ്ക്കുകയാണ്. തിളച്ചിട്ട് കാര്യമൊന്നുമില്ല, കൂടുതൽ തിളച്ചിട്ട് കാര്യമേ ഇല്ല. ഇവർ 2 തവണ ബോട്ടുമായിട്ട്, ഫ്ലോട്ടില എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിൻ്റെ ഗ്രൂപ്പുമായിട്ട് ഇസ്രായേലിൽ എത്തിയതാണ്. ഇസ്രായേൽ വളരെ സൂപ്പറായിട്ട് തന്നെ ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇവരുടെ ആ ഒരു വെപ്രാളം വേവലാതിയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇതേപോലെ ടീഷർട്ടൊക്കെ ഇട്ടിങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ വാർത്തയിലൂടെ എപ്പോഴും പറയുന്ന ഈ ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയോളജിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ബ്രദർഹുഡ് ഐഡിയോളജി എന്താണെന്നുള്ളത് ഞാൻ ഈ വാർത്തയുടെ അവസാനം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് എന്താണെന്നും അവരുടെ ആശയം എന്താണെന്നും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന കൊണ്ടു നടക്കുന്നതെന്നുള്ളതും അവരുടെ യഥാർത്ഥ ലക്ഷ്യം പാലസ്തീനാണോ 2 സ്റ്റേറ്റ് തിയറി ആണോ, ഇതെല്ലാം തന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ കുറേ വിഷയങ്ങൾ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളുണ്ട്. കാരണം ഈ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ഇസ്രായേൽ, ഗാസ, ലബനൻ ആ മേഖലയിൽ കുറച്ച് വിഷയങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഉക്രൈനിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ ഇഷ്യൂസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 35 IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 300 പേർക്ക് പരിക്കുണ്ടെന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് IRGC തന്നെ അതിൽ 7 പേരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 7 IRGC ഉദ്യോഗസ്ഥരുടെ വളരെ സുപ്രധാന പൊസിഷനിൽ IRGCയിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ആ 7 പേരുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 35 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ആ ഒരു കഷം ഐലൻഡിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള ബാംപൂർ എന്ന് പറഞ്ഞൊരു ക്യാമ്പ്, IRGCയുടെ ക്യാമ്പാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നടത്തിയ ആക്രമണത്തിലാണ് ഈ 35 പേരും കൊല്ലപ്പെട്ടത്. അതുപോലെ അമേരിക്കയുടെ സെൻകോം ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ പറയുന്നത് പോലെ അവരുടെ ധാന്യശേഖരങ്ങളോ വീറ്റ് സ്റ്റോറേജ് ഗോഡൗണൊന്നും ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഇറാൻ പറയുന്നത് കള്ളത്തരമാണ്, ഞങ്ങൾ അറ്റാക്ക് ചെയ്തത് ഇന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട് സെൻകോം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് 4 ഹെസ്ബുള്ള ഭീകരർ ആയുധങ്ങളും വെച്ചുകൊണ്ട്, തോക്കുകളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക്. കാരണം അവിടെ കൺഫെൻറ്റ് ചെയ്യാൻ പോകുന്നത് IDF ഉദ്യോഗസ്ഥരാണ്. കാരണം IDFൻ്റെ ഗ്രൗണ്ട് ഫോഴ്സ് ലെബനൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ആ സാഹചര്യത്തിൽ IDFനെതിരെ നീങ്ങുന്ന ഇവരെ ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തി കൃത്യമായിട്ട് ഇവർക്ക് മേളിൽ ആക്രമണം നടത്തി ഇവരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗാസയ്ക്കുള്ളിൽ ഇന്നലെ 4 ലൊക്കേഷൻസിൽ തെരഞ്ഞു പിടിച്ചുള്ള അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടാണ് ആക്രമണം നടത്തിയത്. അതായത് പൊതുജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള, സിവിലിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയം കൊടുത്തിട്ടാണ് അറ്റാക്ക് നടത്തിയത്. എന്നിട്ടും ഇസ്രായേൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഖസർ അൽ സുൽത്താൻ ഹാൾ, നോർത്ത് വെസ്റ്റ് ഗാസ, അവിടെ ഒരു അറ്റാക്ക്, ആ ഹാൾ മൊത്തത്തിൽ അടിച്ച് തറ പറ്റിച്ചിട്ടുണ്ട്. എയർ സ്ട്രൈക്കാണ്. അതുപോലെ രണ്ടാമത് അൽ മഗാസി റെഫ്യൂജി ക്യാമ്പ്, ഹസൻ സലീം എന്ന് പറഞ്ഞ ഹമാസ് ഭീകരൻ്റെ ഫാമിലിയാണ് ടാർഗറ്റ് ചെയ്തത് അവിടെ.
അതുപോലെ ദേർ അൽ ബലായിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ സയ്യിദ് ബറക്കർ എന്ന് പറഞ്ഞ ഒരു ഹമാസ് മെമ്പറിൻ്റെ ഫാമിലിയാണ് അവിടെ ടാർഗറ്റ് ചെയ്തത്. അതുപോലെ നാലാമത് നുസൈറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽ ഹസ്നിയ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. സ്ഥലത്ത് അൽ ബറൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ 4 സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹമാസിൻ്റെ തീവ്ര നിലപാടുള്ള ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്ത് ഇപ്പം IDF അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് തയ്യബ് എർദോഗൻ്റെ ഒരു ഡെലീമ. തയ്യബ് എർദോഗൻ ഇപ്പോഴും അയാളെ ഒരു ഓട്ടോമൻ എംപററായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളുടെ ഹെൽപ്പ് ആഗ്രഹിച്ച് കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ A to Z ആഗോളതലത്തിൽ എല്ലാവരും ഓൾ ഇസ്ലാമിക് നേഷൻസ് അവർ നമ്മളുടെ സഹായമാണ് ആഗ്രഹിക്കുന്നത്. ആ നേഷൻസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ ടു ലെബനാൻ, സൊമാലിയ ടു സിറിയ, ആർഖൻ ടു സുഡാൻ. 10 വർഷമായിട്ട് ഈ ജനങ്ങളൊക്കെ തുർക്കിയുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, നമ്മളുടെ പഴയ ആ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഭയങ്കര പ്രസംഗമാണ്. ആ 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ നമ്മളെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബെയ്റൂത്ത്, ഡമസ്കസ്, അലെപ്പോ, ട്രിപ്പോളി, ചിൽഡ്രൻസ് ഓഫ് ഗാസ, ചിൽഡ്രൻസ് ഓഫ് വെസ്റ്റ് ബാങ്ക്, ആസ് വെൽ എസ് ജെറുസലേം. ഇവിടെയുള്ള കുട്ടികളും ജനങ്ങളും എല്ലാം തുർക്കിയുടെ ആ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ് അവരുടെ പ്രതീക്ഷ. തുർക്കി മാത്രമാണ് ഒരു ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിൽ വലിയ പ്രസംഗം, നീണ്ട പ്രസംഗമാണ് തുർക്കിക്കുള്ളിൽ നടത്തിയത്. പൊതുജനങ്ങളെ പറ്റിക്കുകയാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സെൻട്രൽ ഗാസയിൽ ഇന്നലെ രാത്രി ഇസ്രായേലിൻ്റെ അറ്റാക്ക്. സെൻട്രൽ ഗാസയിൽ, അതായത് ഇത് പ്രിസൈസ് അറ്റാക്കാണ്. പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്ത ഭീകരരെ ആക്രമിച്ച് എലിമിനേറ്റ് ചെയ്യാനാണ് ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയത് സെൻട്രൽ ഗാസയിൽ. ഒമർ അഹമ്മദ് അബു ഖാസിം, ഇയാൾ ഹമാസിൻ്റെ സ്നൈപ്പർ കൺട്രോളർ കമാൻഡറാണ്. സ്നൈപ്പർ ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനാണ്, ട്രെയിൻഡ് പേഴ്സൺ. അവനെയാണ് നീറ്റായിട്ട് എലിമിനേറ്റ് ചെയ്തത്. ഈ അബു ഖാസിം ആരാണെന്ന് പറഞ്ഞാൽ ഹമാസിനെ റിജ്യൂവിനേറ്റ് ചെയ്യണം, ഹമാസ് തളർന്നു കിടക്കുകയാണ്, അപ്പം അതിനൊരു പുത്തൻ ഉണർവ് കൊടുത്ത് അടുത്ത സിൻവർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട്. കലാഷ്നിക്കോ എന്ന് പറഞ്ഞ ആ ഒരു തോക്ക് കടത്തിക്കൊണ്ടുവരുന്നത് ഗാസയ്ക്കുള്ളിൽ പ്രധാനമായിട്ട് പണിയായിരുന്നു. നിലവിൽ കൂടുതൽ കടത്തലൊന്നും നടക്കുന്നില്ല. പക്ഷേ ഗാസയ്ക്കുള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവന്മാർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കൈമാറുന്നുണ്ട്. കാരണം ഗാസയ്ക്കുള്ളിൽ പല പല ബ്രിഗേഡുകളുണ്ട്. ഓരോ ഏരിയയും ഓരോ ഗ്രൂപ്പാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിലിപ്പം പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഉണ്ട്, അതുപോലെ തന്നെ മജീദ് ബ്രിഗേഡ് ഉണ്ട്, കുഡ്സ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി ബ്രിഗേഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയയാണ് ഇവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ചെറിയ ഏരിയയാണ് ഉള്ളത്. അപ്പോൾ ആ ഏരിയക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ കടത്തുന്നുണ്ട്. ഇന്നലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ 4 പേര് കൊല്ലപ്പെട്ടു. നോർത്ത് ഗാസയിൽ ഒരു ഹമാസ് മെമ്പർ എലിമിനേറ്റഡ്. അൽമവാസി ഏരിയയിൽ 2 എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനസ് ഹംദാൻ, സ്പോക്സ് പേഴ്സൺ, ആൾസോ കമാൻഡർ ഓഫ് ഹമാസ്. ഈ അഹമ്മദ് ഹംദാൻ ആരാണെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഹമാസ് ഫൗണ്ടറിൻ്റെ മകനാണ്. അഹമ്മദ് നിമർ ഹംദാൻ എന്ന് പറഞ്ഞ ഹമാസ് ഫൗണ്ടറിൻ്റെ മകനാണ് ഈ അഹമ്മദ് ഹംദാൻ. അതുപോലെ റാഫത്ത് സലാമി എന്ന് പറഞ്ഞൊരു വ്യക്തിയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീപ്പായിട്ട് ഹമാസിന് വേണ്ടി തന്നെ ജനിച്ച് ഹമാസിന് വേണ്ടി തന്നെ മരിക്കുന്ന വ്യക്തികളാണ്. അവരെയാണ് ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. IDF ഈസ്റ്റേൺ ഗാസ സിറ്റിയിൽ യെല്ലോ ലൈൻ കുറച്ചുകൂടെ പുഷ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഗാസയെ ചെറുതാക്കിയിട്ടുണ്ട്. ഗാസ സിറ്റിക്കുള്ളിൽ ലിൻസി ഗ്രഹാമിൻ്റെ കോലം കത്തിച്ചു. ലിൻസി ഗ്രഹാം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എന്നാലും ലിൻസി ഗ്രഹാമിൻ്റെ കോലം കത്തിച്ചിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. അതിലൊരു ഇമേജ് അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്തിട്ട് അവർ എഴുതിയിരിക്കുന്നത് നരകത്തിലേക്ക്, ലിൻസി ഗ്രഹാം നരകത്തിലേക്ക് പോകുന്നതാണ്, ഗോ ടു ഹെൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നരകത്തിലേക്കാണ് ലിൻസി ഗ്രഹാമിൻ്റെ യാത്ര, ബാക്കി ഇവരാണ് സ്വർഗവും നരകമൊക്കെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ സംഗതികളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതിനെ ചൊല്ലി ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു മായാജാല ലോകത്തിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലെബനൻ ആർമി ലിറ്റാനി റിവറിൻ്റെ ആ ഒരു സൈഡിൽ, ആ ഒരു ഏരിയയിൽ ലെബനൻ്റെ കൺട്രോളിലുള്ള ആ സ്ഥലത്ത് അവർ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ലിറ്റാനി റിവറിൻ്റെ ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ എപ്പോഴാണോ ട്രംപ് ഇസ്രായേലിൻ്റെ അടുത്ത് ലെബനനിൽ നിന്നും പിന്മാറണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണം ലെബനൻ്റെ ഉള്ളിൽ നടത്തുകയാണ് ഇസ്രായേൽ.
പ്രത്യേകിച്ച് ബിന്ത് ജബീൽ ഡിസ്ട്രിക്റ്റിനുള്ളിലാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. പരമാവധി ആക്രമണങ്ങൾ അവിടെയാണ് നടത്തിയിരിക്കുന്നത്. എയർ സ്ട്രൈക്കാണ് നടത്തുന്നത്. ബിന്ത് യഹൂൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉക്രൈൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈൻ ഒരു ചെറിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സെലൻസ്കിക്കെതിരെയാണ് പ്രതിഷേധം ഉക്രൈൻ്റെ ഉള്ളിൽ നടക്കുന്നത്. വിവിധ നഗരങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ചില സ്ഥലത്ത് 5000 ആൾക്കാർ, ചില സ്ഥലത്ത് 2000, ചില സ്ഥലത്ത് 3000, അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ക്രൗഡ്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അത് ആവറേജ് ഒരു നല്ല പ്രതിഷേധം തന്നെയാണ്. സെലൻസ്കിക്കെതിരെ ഒരു പ്രതിഷേധം ഉക്രൈൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഡിഫൻസ് മിനിസ്റ്ററെ സെലൻസ്കി എടുത്ത് മാറ്റുകയാണ്, റീപ്ലേസ് ചെയ്യാണ്. ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി റീഷഫിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഡിഫൻസ് മിനിസ്റ്റർ എടുത്ത് മാറ്റുന്നതായിട്ടാണ് പറയുന്നത്. മിക്കേലോ ഫെഡറോ എന്ന് പറഞ്ഞ 35 വയസ്സുകാരനെയാണ് ഡിഫൻസ് മിനിസ്റ്റർ പൊസിഷനിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഈ ഡിഫൻസ് മിനിസ്റ്റർ ചാർജ് എടുത്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഈ 3 മാസത്തിൽ പുള്ളിക്കാരൻ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രോൺ വെച്ച് അറ്റാക്ക് നടത്തുന്നതിൽ, റഷ്യക്കുള്ളിൽ നിരവധി എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചതിൽ വളരെ നിർണായക റോൾ വഹിച്ച ഒരു വ്യക്തിയാണ് ഈ മിക്കേലോ ഫെഡറോ എന്ന് പറഞ്ഞ ഈ ഡിഫൻസ് മിനിസ്റ്റർ. അയാളെ എന്തുകൊണ്ട് നീക്കം ചെയ്തു? അതായത് അയാൾക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉക്രൈൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്നുണ്ട്. കാരണം അയാൾ മിടുക്കനാണ്. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല ഈ ഒരു കഴിഞ്ഞ 3 മാസം കൊണ്ട് ഉക്രൈൻ ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിൽ. റഷ്യക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു ഡിഫൻസ് ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യാൻ മിക്കേലോ ഫെഡറോവിന് കഴിഞ്ഞിട്ടുണ്ട്. സോ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. ആ പോപ്പുലാരിറ്റിയെ സെലൻസ്കി പേടിക്കുന്നുണ്ടോ? ഇതാണ് പൊതുജനങ്ങളുടെ ചോദ്യം. കാരണം പോപ്പുലാരിറ്റി വരുന്ന ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് സെലൻസ്കിയുടെ ഒരു ശീലമായിട്ട് അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ ഈ 3 മാസമായ ഒരു ഡിഫൻസ് മിനിസ്റ്ററെ ഒരു കാരണവുമില്ലാതെ അയാളെ പൊസിഷനിൽ നിന്ന് നീക്കാൻ പാടില്ല. പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പൊതുജനങ്ങൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. സെലൻസ്കി പല മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്, മുടന്ന ന്യായങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഇത് ആസ് യൂഷ്വൽ പ്രൊസീജിയറാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. സെലൻസ്കിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ സെലൻസ്കി അങ്ങനെ മാറ്റുമോ? ഒരിക്കലുമില്ല. സെലൻസ്കി തീർച്ചയായിട്ടും അയാളുടെ പോപ്പുലാരിറ്റിയെ പേടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സെലൻസ്കിയെക്കാളും കൂടുതൽ പോപ്പുലാരിറ്റി അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് അയാളെ നീക്കം ചെയ്തത്. ഇനി നമ്മൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ 3 സൈഡിലാണ് പാകിസ്ഥാന് പ്രഷറുള്ളത്. ഖൈബർ പഖ്തൂൺവ തൽക്കാലം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നില്ല. പക്ഷേ ഏത് നേരത്തും അവിടെ TTP രംഗത്തിറങ്ങിയേക്കാം. അവരെപ്പോഴും ഒരു സൈലൻറ്റ് അറ്റാക്കേഴ്സ് ആണ് അവർ. ഏത് നേരത്തെ അവർ പൊട്ടിത്തെറിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേ സമയത്ത് പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടിലറി ഗൺസ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആയുധങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലേക്ക് നീക്കിയിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ലോങ് വാർ അവർ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഇവിടെ വേറെ പ്രശ്നം വെച്ചാൽ ബലൂചിസ്ഥാൻ ഇപ്പം വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിൽ തൻ്റെ ഒരു ആർമി പോസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ചാവേർ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിരവധി പാകിസ്ഥാൻ സോൾജേഴ്സ്, ഏതാണ്ട് 42ഓളം പാകിസ്ഥാൻ സോൾജേഴ്സ് അതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ ഒരു എയർ സ്ട്രൈക്ക് നടത്തി. ആ എയർ സ്ട്രൈക്കിൽ ഏതാണ്ട് 12ഓളം ബലൂചിസ്ഥാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഒരു ചാവേർ ആക്രമണം, ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ബലൂചിസ്ഥാൻ നടപ്പിലാക്കി. 22 പാക് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം വലിയ രീതിയിലുള്ള ഒരു ആക്രമണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബലൂചിസ്ഥാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് ഫ്ലാഗ്, അതേപോലെ ഞങ്ങളുടെ കറൻസി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ലെറ്റർ ഹെഡിൽ ഞങ്ങളുടെ രാജ്യം ലിബറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന അവർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ ഗവൺമെൻറ് ഒഫീഷ്യലി, ബലൂചിസ്ഥാൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റോ ഒഫീഷ്യലി പ്രഖ്യാപിച്ച ഒരു സംഗതിയല്ല. ശരിക്കും സോഷ്യൽ മീഡിയയിൽ അവർ ജസ്റ്റ് എഴുതിയിട്ടതാണ്. അത് പാകിസ്ഥാനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടതാവാം. കാരണം അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവിടെ തുടർച്ചയായിട്ട് നടന്നത്. തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ ഒരു ലിബറേഷൻ എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തുന്നുവെങ്കിൽ വലിയ തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. കാരണം പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞാൽ ചെറിയ ആർമി ഒന്നുമില്ല. നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് നിരന്തരം നമ്മളെടുത്ത് അവർ
അടി വാങ്ങിച്ച് കൂട്ടുന്നതുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് അങ്ങനെ പറയുന്നെങ്കിലും നിങ്ങൾ ആഗോളതലത്തിൽ പാകിസ്ഥാൻ്റെ ആർമി ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരും നിർണായകമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് ശക്തമായിട്ടുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമിയാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയെ നേരിടണം എന്നുണ്ടെങ്കിൽ അവരും അത്തരത്തിൽ ഇന്ത്യൻ ആർമിക്ക് ഒപ്പം ഇല്ലെങ്കിലും അതിനോട് പൊരുതുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി അവർക്കുമുണ്ട്. നമ്മുടെ എതിരാളി എത്രമാത്രം പവർഫുൾ ആണോ, നമ്മൾ പവർഫുളിനെതിരെ പൊരുതുന്ന രീതിയിൽ നമ്മളും ആർജവം കൈവരിക്കില്ലേ. പാകിസ്ഥാൻ ആർമിയെ ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് നമ്മൾ കാണേണ്ടത്. ബലൂചിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നോക്കി കാണേണ്ട ആവശ്യമില്ല. പാകിസ്ഥാൻ ആർമി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമി തന്നെയാണ്. പക്ഷെ അവരിപ്പോൾ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ ചാവേർ ആക്രമണമാണ്. ഈ ചാവേർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിലൊക്കെ പണ്ട് നിരവധി ചാവേർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെ പ്രൊമോട്ടഡ് തീവ്രവാദികൾ, പ്രോക്സികൾ. അത് നമുക്ക് തടയാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? കാരണം ഈ ചാവേർ ആക്രമണം അത്ര എളുപ്പത്തിൽ തടയാൻ കഴിയില്ല. എവിടെ നിന്നാണ് ഇവന്മാർ ഇതെല്ലാം അസംബിൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇവന്മാർ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കഴിഞ്ഞ ഏപ്രിലിൽ ഡൽഹിയുടെ റെഡ് ഫോർട്ടിന് മുന്നിൽ പൊട്ടിത്തെറിച്ചില്ലേ? അപ്പം ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് ബലൂചിസ്ഥാൻ ഒരു ലിബറേഷൻ പ്രഖ്യാപിക്കുന്നു, സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആർമി ബലൂചിസ്ഥാനെ ടാർഗറ്റ് ചെയ്ത് നിരവധി ബറ്റാലിയൻസിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഏരിയയിൽ, അഫ്ഗാനിസ്ഥാൻ്റെ മേഖലയിലും ബലൂചിസ്ഥാൻ മേഖലയിലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആർമി രണ്ടായി തിരിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് POK മേഖലയിൽ നിരന്തരം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. POK മേഖലയിൽ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അസ് ലോങ് ആസ് പാകിസ്ഥാൻ ആർമി അവിടെ പോയിട്ട് വെടിവെപ്പോ അല്ലെങ്കിൽ പോലീസ് അവിടെ ചെന്നിട്ട് പൊതുജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അസ് ലോങ് ആസ് ആ ഒരു പ്രതിഷേധം പീസ്ഫുള്ളി നടന്നു തീരുന്ന ഒരു പ്രതിഷേധമായിട്ടാണ് അവിടെ നടക്കുന്നത് POJKയിൽ. പക്ഷെ നേരെ മറിച്ച് ബലൂചിസ്ഥാൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല, ആക്രമണമാണ്. ചാവേർ ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ നിരന്തരം പാകിസ്ഥാൻ്റെ ആർമിയിലും അതേപോലെ ബലൂചിസ്ഥാൻ്റെ ഉള്ളിലും ആൾക്കാർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ അവിടെ സിറ്റുവേഷൻ ഇച്ചിരി മോശപ്പെട്ട അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് കോമഡി എന്താണ്? അതായത് അമേരിക്കയും ഇറാനും നിങ്ങൾ രണ്ടുപേരും പീസ്ഫുള്ളായിട്ട് വീണ്ടും ആ ഒരു MOU ഡീൽ അനുസരിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടണം. ആരാണ്? ഇവിടെ തന്നെ ഇരിക്കപ്പുറതിയില്ല പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അപ്പോഴാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും അമേരിക്കയ്ക്കും ഇറാനും ഉപദേശവുമായിട്ട് പാകിസ്ഥാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് നോക്കും. പാകിസ്ഥാൻ്റെ ടെലിവിഷനിലെല്ലാം തന്നെ ഈ പാകിസ്ഥാൻ്റെ അമേരിക്കയ്ക്കും ഇറാനും ഉപദേശം നൽകുന്ന ആ ഒരു സീനാണ് ഹെഡ്ലൈൻസ്. ഇന്നലെ മൊത്തം പാകിസ്ഥാനിൽ അതാണ് ഹെഡ്ലൈൻസ്. പച്ച കളർ സ്ക്രീൻ, പച്ച കളർ യൂണിഫോം, കംപ്ലീറ്റ് പച്ചമയം. The Islamabad Memorandum of Understanding remains an enduring framework for promoting peace, mutual respect, and shared prosperity. While the implementation of MOU is facing challenges, Pakistan will continue to encourage all sides to end violence and resume technical level talks in accordance with the MOU and Pakistan-Qatar joint statement of 22nd June 2026. ഇനി ഞാനിപ്പം അവസാനം ആഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രദർഹുഡ് ഐഡിയോളജി. ഞാൻ പറയുന്നതിനേക്കാളും ഹമാസ് മെമ്പർ അവർ പറയും എന്താണ് ബ്രദർഹുഡ് ഐഡിയോളജി എന്നുള്ളത്. നമുക്ക് കേൾക്കാം. അവർ അറബിക്കിലായിരിക്കും സംസാരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ താഴെ എഴുതി കാണിക്കും. ഇനി അഥവാ ഈ ഒരു വോയിസ് നോട്ട് വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് മ്യൂട്ട് ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ കഴിയും. അവർ പറയുന്നത് വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. والله لو أخرجنا اليهود من فلسطين لو أخرجناهم من فلسطين وأخرجناهم من بيت المقدس دون أن يسلموا ولو سنلاحقهم وسندعوهم إلى الإسلام وندعو بوجه الإسلام وندعو جميع النصارى للإسلام. نعم ديننا دين الرحمة. نعم أنا أوصي أولا يعني الإخوة يستمروا في عملهم المقاوم. نحن لا نحب الحياة، نحن طلقنا الدنيا بالثلاثة، نحن الذين عمروا آخرتهم. അപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഹമാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് യഹൂദിനെതിരെയാണ്, അൻറ്റിൽ ദ ലാസ്റ്റ് ജൂ. അതുകൂടാതെ ക്രിസ്ത്യാനികൾക്കും അവർ പറയുന്നുണ്ട്, ക്രിസ്ത്യൻസ് അവർ വഴിതെറ്റിപ്പോയ ആൾക്കാരാണ്, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കും. വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഇതേ ഗതി തന്നെയാണ്. അതായത് അവരുടെ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മുഖം മറച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. ഇത്ര ഓപ്പണായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, ദൈവഹിതം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാർ മുഖം തുറന്നു വെച്ചിട്ട് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.